സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള നടന്മാരിൽ ഒരാളായിരുന്നു പൃഥ്വിരാജ്. സോഷ്യൽ മീഡിയയിൽ മലയാളികൾ സജീവമായി തുടങ്ങുന്ന സമയത്ത് പൃഥ്വിരാജ് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. അക്കാലത്ത് അഹങ്കാരി എന്ന സോഷ്യൽ മീഡിയ പൃഥ്വിയെ വിളിച്ചു. ചില അഭിമുഖങ്ങളിൽ പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഇതിന് കാരണം. ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ മലയാള സിനിമയുടെ ഭാവിയെപ്പറ്റിയുള്ള തൻ്റെ സ്വപ്നങ്ങളും താൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചിത്രങ്ങളെക്കുറിച്ചും പൃഥ്വി സംസാരിച്ചതായിരുന്നു പലരെയും ചൊടിപ്പിച്ചത്. തന്നെപ്പോലെ വേറെയും യുവതാരങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഭാവിയിൽ ഓസ്ട്രേലിയൻ ടീമിൻ്റെ അവസ്ഥ വരുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. എന്നാൽ പിന്നീട് അഹങ്കാരി എന്ന് വിളിച്ചവരെ കൊണ്ട് തന്നെ പൃഥ്വി സ്നേഹപൂർവ്വം രാജുവേട്ട എന്ന് വിളിപ്പിച്ചു. എങ്ങനെയായിരിക്കും അഹങ്കാരി എന്ന പേര് പൃഥ്വിരാജ് മാറ്റിയെടുത്തത്? അടുത്ത ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പൃഥ്വിരാജിൻ്റെ വാക്കുകളിലേക്ക്: ഒരു പക്ഷേ താൻ എന്ന് കണ്ട സ്വപ്നങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ശ്രമം പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്നും അതുപോലെ കുറച്ചെങ്കിലും താൻ സ്വപ്നം കണ്ടതുപോലെ മലയാള സിനിമ മുന്നോട്ട് നീങ്ങുന്നത് കണ്ടപ്പോൾ അതിനൊരു കാരണക്കാരനായി തന്നെയും കൂടി അവർ കണക്കാക്കി തുടങ്ങിയത് കൊണ്ടുമാകും ഇപ്പോൾ അവർ തന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതെന്നും പൃഥ്വിരാജ് അഭിപ്രായപ്പെട്ടു. വമ്പൻ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയെ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ് പൃഥ്വിരാജ്. വിമാനം, ആടുജീവിതം, കർണൻ തുടങ്ങി പ്രേക്ഷകർ പ്രതീക്ഷയർപ്പിച്ച ഒരുപിടി ചിത്രങ്ങളാണ് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത്. ഒപ്പം പൃഥ്വിരാജ് ആദ്യമായി സംവിധായകൻ്റെ കുപ്പായമണിയുന്ന മോഹൻലാൽ ചിത്രം ലൂസിഫറും പ്രതീക്ഷയർപ്പിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്